ഓടിക്കാൻ അറിയോ? സ്കൂട്ടർ, കാർ, അങ്ങനെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ലെങ്കിലും ഞാൻ ഇനി ചോദിച്ചതിന് വേണ്ടി വിഷമിക്കൊന്നും വേണ്ട. എടുക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. അതിനു മുന്നേ വെൽക്കം ടു അടിപൊളി ലോകം. മണിയമ്മ അമ്മയെ അറിയാമോ? വണ്ടി ഓടിക്കാൻ പ്രായമൊന്നും ഒരിക്കലും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച വ്യക്തി. ഓടിക്കാത്ത വണ്ടികളില്ല. 11 ലൈസൻസാ കയ്യിലുള്ളത്. വേറെ ലെവൽ ഒരു വീഡിയോ കാണാം. രോമാഞ്ചം. ആ ചുമ്മാ ഫയർ. നല്ല റെഡ് മഹീന്ദ്ര താറ് ഓഫ് റോഡ് ഓടിക്കുക. ഇതിലും ആരോഗ്യമുള്ള പ്രായത്തിൽ മിക്ക ആളുകളും ധൈര്യം കാണിക്കാത്ത ഒരു കാര്യമാണ് ഈ അമ്മ ഇതൊക്കെ എന്ത് എന്ന മട്ടില് ചെയ്യുന്നത്. ആ ലാസ്റ്റിലെ ചിരി നോക്ക്. ഈ ട്വിൻസിന് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്. കുഞ്ഞിന്റെ അമ്മയാണ് ഏതോ ഒരു അത്യാവശ്യ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നത്. പക്ഷെ ആ വാവ അത് അറിഞ്ഞത് പോലുമില്ല. കാരണം എന്താ? അമ്മയും ആന്റിയും ട്വിൻസ് ആയിരുന്നു. ആ നോട്ടം നോക്ക്. അപ്പൊ എന്നെ എടുത്തിരിക്കുന്ന ഇത് ആരാ? കൺഫ്യൂഷൻ ആയല്ലോ ദൈവമേ. പക്ഷേ കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും സ്വന്തം അമ്മയെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാതിരിക്കത്തില്ലല്ലോ. ഏത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ? എന്നാ 2 × 2 ഓർത്ത് എത്രാന്ന് പറ. അത് നോക്കി ഇപ്പൊ പറഞ്ഞുതരും. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു 2 - 2. മോനെ നാളെ എക്സാം ആണ്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ളവരെ അറിയത്തില്ല. എന്തോ ചെയ്യാനാ? സബ്സ്ട്രാക്ഷനാ മോനെ നമ്മൾ ചെയ്യുന്നത്. മൈനസ് ചെയ്യുകയോ ചെയ്യേണ്ടത്. 2 - 2. ഒരു എക്സാമ്പിൾ പറയാൻ, മോൻ രാവിലെ 2 ദോശ അമ്മ തന്നു. 2 ദോശ മോൻ കഴിച്ചു. ബാക്കി എന്താ ഉള്ളത്? കറിയാണോ? എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാവുന്നില്ല. അപ്പൊ ദോശ വെച്ചൊരു എക്സാമ്പിൾ പറയാമെന്ന് വിചാരിച്ചു. ആര്? അമ്മ. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് സംഭവിച്ചു. 2 ദോശ കൊടുത്തു. 2 എണ്ണവും കഴിച്ചു. ബാക്കി എന്താ ഉള്ളേന്ന് ചോദിച്ചാ ആ ബാക്കി പിന്നെ ആ കറിയല്ലേ ഉള്ളൂ. ആ പറഞ്ഞതിൽ എന്താണ് ഒരു തെറ്റ്? അല്ലെങ്കിൽ ഈ കണക്കൊക്കെ എന്നാ ഉണ്ടായേ? കേരളത്തിൽ നെഗറ്റീവ് വാർത്തകളുടെ സീസൺ ആണെങ്കിലും അതിനിടയ്ക്ക് സംഭവിക്കുന്ന ചില നല്ല മൊമെന്റ്സ് നമ്മൾ അഡ്രസ് ചെയ്യണമല്ലോ. അവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു വാവ ഉറങ്ങാൻ വേണ്ടി താരാട്ട് പാടുന്ന പയ്യന്മാരെയാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ എല്ലാരും മോശക്കാരൊന്നുമല്ല. നമ്മുടെ കേരളത്തിൽ നല്ല പയ്യന്മാരും ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ കാണാം. സരിക സജി സൈനിങ് ഓഫ്. ബൈ ബൈ.